ആ പാവാട പൊട്ടന്മാർ ആരാണ് എന്നുള്ളത് ഞാൻ ഉപദേശിക്കുന്ന കാര്യങ്ങളുണ്ട്. സത്യത്തിൽ വാസ്തവം അങ്ങനെ തന്നെയാണ്. ഒരു സ്ത്രീ ഇന്ന പ്രശ്നത്തിൽ പെട്ടുകഴിഞ്ഞാൽ, അതായത് ഒരിക്കലും ഊരാൻ പറ്റാത്ത ഏതെങ്കിലും തരത്തിൽ കെട്ടി കുടുങ്ങി കിടക്കുന്ന ഒരു കാമപ്രാന്തമാരൊക്കെ ഈ ബിഗ് ബോസിലേക്ക് കുട്ടികളെ വിളിച്ചു വരുത്തിങ്ങാണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ചാൻസ് തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്ത് പിന്നെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇനി അടുത്ത സീസണിൽ തന്നേക്കാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ഈ വലിയ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അഖിൽമാരായനെ തളർത്തുന്നോ, അയാളെ തകർക്കുന്നോ, അല്ലെങ്കിൽ അയാളുടെ സിനിമ ഇനി ഇറങ്ങാൻ സമ്മതിക്കൂലെന്നോ, അയാളെ കൊല്ലുന്നോ, എന്തൊക്കെയോ തരത്തിലുള്ള ഭീഷണി അഖിൽ മാരാരൻ എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് തന്നെ പേഴ്സണലി ഒന്നുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. കാരണം പഴയ സവർണ കാലഘട്ടത്തിലെ തമ്പുരാക്കന്മാരുടെ കളികളൊക്കെ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ഇമ്മാതിരി മൊണ്ണകൾ, ഊളകൾ, അത് പോട്ടെ, ഞാൻ അങ്ങനെയുള്ള ഒരു ഊളകളെ കുറിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. രണ്ട് കാര്യങ്ങൾ എനിക്ക് അഖിൽ മാരാർ ചേട്ടൻ്റെ അടുത്ത് പറയാനുള്ളൂ ഏട്ടാ. ഒന്നാമത്തെ കാര്യം വളരെ സിമ്പിളാണ്. ഇനി മേലാൽ നിങ്ങൾ പഴയ ആ ചാണകക്കുഴി ഉണ്ടല്ലോ, ആ രീതിയിൽ അതിലൊന്നും പോയി ചാടരുത്. പിന്നെ ഈ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. പിന്നെ ഈ ഏഷ്യാനെറ്റ് പറയുന്ന പോലെ അഖിൽ മാരാറിനെ കൊല്ലുക, തളർത്തുക, തകർക്കുക ഒന്നും നടക്കൂല. അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തിന്റെ ഒരു പൂട വരയ്ക്കാൻ പോലും അവർക്ക് പറ്റൂല. അത് ഞാനെന്നുള്ളൊരു വ്യക്തി എന്നുള്ള എന്തോ വലിയ സംഭവമായി കണ്ട് യൂട്യൂബ് ചാനലിലൊക്കെ ഉണ്ടാക്കി വന്നിരുന്ന് പറയുന്നതല്ല ചേട്ടാ. കാരണം മലയാളി സമൂഹം, ഈ ബിഗ് ബോസ് കാണുന്ന ആളുകളും ശരി അല്ലാത്തവരാണെങ്കിലും ശരി, ഈ അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തിനെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഒരു നീതിബോധം, അതല്ലെങ്കിൽ എന്താ പറയാ, ഈ ന്യായത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഏർപ്പാട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്താഗതി, അങ്ങനെയുള്ള മനുഷ്യന്മാർ ഇന്ന് കേരളത്തിൽ വളരെ അപൂർവം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്താം. ഇനി എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് ഈ ഏഷ്യാനെറ്റിൽ തലപ്പത്തിരിക്കുന്ന ആ സ്ത്രീമാംസ മോഹികള്, ആ പാവാട പൊട്ടന്മാർ ആരാണ് എന്നുള്ളത് അഖിലേട്ടൻ ഒന്ന് വെളിപ്പെടുത്തണം. അതിനിപ്പോ ഒരാഴ്ച ഒരു കിടന്ന് ഉറങ്ങണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അഖിലേട്ടൻ. അതിന്റെ ആവശ്യമില്ല. ഈ സാധനങ്ങളെ ഇതിപ്പം ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീന്റെ അടുത്ത് ഞാൻ ഒരു മെയിൽ ഷോമനിസ്റ്റ് ആണോ അല്ലേ എന്നുള്ള ചോദ്യം ആരെങ്കിലും ഉന്നയിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് പക്കായിട്ട് ഒരു ഉത്തരം പറയാനുണ്ട്. ഇപ്പം ഈ അഖിൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അയാളൊരു മെയിൽ ഷോമനിസ്റ്റ് ആണെന്നുള്ള ലെവലിലൊക്കെ ഈ ഏഷ്യാനെറ്റ് പല രീതിയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഒരു മെയിൽ ഷോമനിസ്റ്റ് ആണ്, അതല്ലെങ്കിൽ അങ്ങനെ ഒരു മെയിൽ ഷോമനിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും തകരാറുണ്ടോ? അതിനെന്താ കുഴപ്പമുള്ളത്? ഞാനെന്നുള്ള വ്യക്തി അതെന്തോ ആയിക്കോട്ടെ, അതെന്റെ ചിന്താഗതിയാണ്. എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം, ഈ ബിഗ് ബോസിലുള്ള ഈ കാമപ്രാന്തന്മാര്, അതായത് പാവാട പൊട്ടന്മാര് ഏതൊക്കെ സ്ത്രീകളെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്നും ആർക്കും പറയാൻ പറ്റൂല. ഇനിയിപ്പോ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഈ ചൂഷണം ചെയ്യപ്പെട്ട സ്ത്രീകൾ തന്നെ രംഗത്ത് ഒന്നും കണ്ട് ഈ ഒരു കാര്യം പുറത്ത് പറയുന്നു, അതല്ലെങ്കിൽ അത് ഇന്നതാണെന്ന് സമ്മതിക്കൂ എന്നുള്ളതൊന്നും പറയാൻ പറ്റൂല. അതും വെടുപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഉപദേശിക്കുന്ന കാര്യങ്ങളുണ്ട്. സത്യത്തിൽ വാസ്തവം അങ്ങനെ തന്നെയാണ്. ഒരു സ്ത്രീ ഇന്ന പ്രശ്നത്തിൽ പെട്ടുകഴിഞ്ഞാൽ, അതായത് ഒരിക്കലും ഊരാൻ പറ്റാത്ത ഏതെങ്കിലും തരത്തിൽ കെട്ടി കുടുങ്ങി കിടക്കുന്ന ഒരു പ്രശ്നത്തിൽ പെട്ടുകഴിഞ്ഞാൽ അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ ചിന്തിക്കുക, ദൈവമേ ഞാനൊരു സ്ത്രീ ആയിരുന്നല്ലോ. അതല്ലെങ്കിൽ എന്തൊരു പ്രശ്നമാണെന്നെങ്കിലും ആരടുത്തെങ്കിലും പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുന്ന ഒരു രീതിയല്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടിക്കുടുങ്ങുന്ന ഒരു തരം പ്രശ്നം, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് സ്ത്രീക്കേ ഉണ്ടാവുള്ളൂ. അതിന്നും ഒരു സ്ത്രീ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീ വിരുദ്ധ കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. എനിക്ക് അതിനുള്ള ഒരു അർഹത യോഗ്യത ഒന്നുമില്ല, അത് വേറൊരു കാര്യമാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ, ഉദാഹരണം ഈ കാമപ്രാന്തമാരൊക്കെ ഈ ബിഗ് ബോസിലേക്ക് കുട്ടികളെ വിളിച്ചു വരുത്തിങ്ങാണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ചാൻസ് തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്ത് പിന്നെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇനി അടുത്ത സീസണിൽ തന്നേക്കാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ടാവും. അപ്പം ഈ നടന്നു പോയിട്ടുള്ള ചൂഷണങ്ങളോ സാമ്പത്തികപരമായിട്ടുള്ളതോ ശാരീരികപരമായിട്ടുള്ളതോ ഒന്നും ഈ സ്ത്രീകൾക്ക് പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം. അപ്പം ഇങ്ങനെ ഒരു മനുഷ്യന്റെ അടുത്ത് ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഒരിക്കലും ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ രീതിയിൽ കെട്ടിപ്പിണഞ്ഞു പോയ ഒരു സ്ത്രീ അപ്പോഴായിരിക്കും ചിന്തിക്കുക, ഞാനൊരു സ്ത്രീ ആയിരുന്നല്ലോ എന്നുള്ളത്. അതുവരെ ഈ ഫെമിനിസവും അതുപോലെ തന്നെ ഭയങ്കര സമത്വവും, അല്ലെങ്കിൽ എന്താ പറയാ ഈ സന്തോഷവാദവും പുരോഗമനവാദവും ഈ ആക്ടിവിസ്റ്റ് ഒക്കെ പറഞ്ഞു നടക്കും. ഇതൊക്കെ എല്ലാവർക്കും ഉള്ള കാര്യം തന്നെ. അതൊന്നും പറ്റൂല, അതൊക്കെ മോശമെന്നുള്ളൊരു കാര്യമൊന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ നീട്ടി പോകുന്നില്ല. അതിനായിട്ട് ഒരു കാര്യം മാത്രം പറഞ്ഞു തന്നാൽ മതി. ആരാണ് ആ കാമദാഹികൾ? അതായത് ഈ സ്ത്രീ മാംസത്തിന്റെ മേലത്തെ ഒരു തരത്തിലും
അവർക്ക് അത്ഭുതമൊന്നും സ്ത്രീ മാംസത്തിന് മേലെ ഏതാനുണ്ടല്ല, വെറും കൗതുകമാണ്. കാരണം പണം കൊണ്ട് അമ്മാനമാടി കളിക്കുന്ന കുറെ വലിയ വലിയ തമ്പുരാക്കന്മാരായിരിക്കും ഇവർ. അപ്പൊ ഇവർക്കൊന്നും ഇതിന്റെ മേലെ ഒരു അത്ഭുതമൊന്നുമില്ല. ഇത് എന്താ പറയാ, ഇതൊന്ന് യൂസ് ചെയ്തിട്ട് ഒഴിവാക്കപ്പെടുന്ന എന്തോ ഒരു സാധനം എന്നുള്ള നിലക്കാണ് ഇവർ സ്ത്രീനെ സമീപിക്കുന്നത്. ഇതിനെതിരെ എന്തെങ്കിലും പറയുന്ന ആളുകൾ, ഈ അഖിലിനെ പോലെയുള്ള ആളുകളോ അതല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഈ ഒരു എന്താ പറയുക ഒരു മെയിൽ സോമനിസ്റ്റ് എന്നുള്ള രീതിയിലേക്കൊക്കെ സംസാരിക്കുന്ന ആളുകളൊക്കെ അപ്പം അവിടെ ഒരു സ്ത്രീ വിരുദ്ധനായി, ആ ഒരു സമൂഹത്തിൽ നിലവാരും അല്ലെങ്കിൽ നിലയും വിലയും എന്താ പറയാ ഒന്നുമില്ലാത്തൊരു മനുഷ്യനായി മാറി. ഇതൊക്കെയാണ് ഇവിടെ ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അഖിലേട്ടന് ഒരു കാര്യം മാത്രം, ആരാണ് കാമദാഹികൾ? ഒളിച്ചടക്ക അഖിലേട്ട. ആരും ഒരു കാരണവശാലും അഖിലേട്ടന് ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. ഈ ഏഷ്യാനെറ്റിന്റെ ഊച്ചാലികൾക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരിപ്പം ചെയ്യട്ടെ. ഏതായാലും അവർക്ക് 2 ആഴ്ച അഖിലേട്ടൻ കിടന്നുറങ്ങാൻ സമ്മതിക്കൂല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്താം. അവരെ ഇന്ന് മുതൽ ഇങ്ങനെ മുൾമുനയിലും നിർത്തിക്കണം. ഇപ്പൊ ഈ പറഞ്ഞ ഈ കന്നിമാസത്തിന് ഒരു പട്ടി ഉണ്ടല്ലോ, ജാസ്മിൻ എന്ന് പറഞ്ഞ കന്നിമാസത്തിലെ ആ പട്ടിക്കൊക്കെ ഇത്രമാത്രം വോട്ടൊന്നും എവിടുന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഇതിപ്പോ നമ്മുടെ EVM തട്ടിപ്പ് എന്നൊക്കെ പറയുന്ന രീതി തന്നെയുള്ള ഒരു കാര്യം ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരു ഏർപ്പാടായിരിക്കാം. ആർക്ക് വോട്ട് കുത്തിക്കഴിഞ്ഞാലും EVMന്റെ കാര്യമൊന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. അതൊക്കെ അതെന്തോ ആയിരിക്കും. പക്ഷെ അങ്ങനെ ഒരു തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ അത് വേറെ ആർക്കോ പോകുന്ന വോട്ടാണ്. അപ്പം ആർക്ക് വോട്ട് ചെയ്താൽ ഈ പോണത് കന്നിമാസത്തിലെ പട്ടികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മൊണ്ണകളായി മാറൂലേ. ഏതാണെന്നുണ്ടെങ്കിലും ഇത്രയൊക്കെ തന്നെ ഈ ഒരു വീടിന്റെ ഉള്ളിൽ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഈ അഖിൽമാരാർ എന്ന് പറഞ്ഞ വ്യക്തിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ താനാക്കി കളിയ മുത്തേ എന്താ പറയാ, ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇന്നിപ്പം ന്യായത്തിന്റെ കൂടെ നീതിന്റെ കൂടെ ഒക്കെ നിൽക്കുന്ന നമ്മളെ കേരളത്തിൽ, ഈ വലിയ കേരളത്തില് ഒരു മനുഷ്യൻ പോലും എന്താ പറയാ, അല്ലെങ്കിൽ അങ്ങനെ വളരെ അപൂർവമായിട്ടുള്ള ഒരു മനുഷ്യന്മാരൊക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങനെ നീതി, ന്യായം, അതല്ലെങ്കിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു വ്യക്തത, നിലപാട്, അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വം, ഇതൊന്നും ആർക്കും ഇല്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഏഷ്യാറ്റിന്റെ തലപ്പത്തിരിക്കുന്ന പല തൊട്ടപ്പന്മാർക്കുള്ള ആ കാമം പോലുള്ള, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായുള്ള ഒരു രീതി, അത്രേ ഉള്ളൂ. ഇന്നൊരാൾ മറ്റൊരാൾക്ക് നൽകുന്ന പുഞ്ചിരി പോലും എന്തെങ്കിലും ഒരു ബിസിനസ് കണ്ടിട്ടായിരിക്കും ആ രീതിയിലുള്ള ഒരു ഏർപ്പാടൊക്കെ ചെയ്തു കൂടുന്നത്. ഏതെന്നായാലും ഒരു കാമദാഹികള്, അതല്ലെങ്കിൽ ഇവന്റെ ഒക്കെ അമ്മയും പെങ്ങളും അല്ലെങ്കിൽ ഇവന്റെ ഒക്കെ ഭാര്യയും മക്കളൊക്കെ ഇവന്റെ ഒക്കെ വീട്ടിൽ കിടന്നോ ഉറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ഇവന്റെ ഒക്കെ വീട്ടിൽ തന്നെ ഇവനൊക്കെ അച്ഛാന്ന് വിളിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവന്റെ അമ്മമാരൊക്കെ ഇവനെ മോനെ എന്നല്ല വിളിച്ചിരുന്നു എന്നുള്ളൊക്കെ ഒരു തോന്നൽ ഉണ്ടാവണം. എന്താ പറയാ, അപ്പം അവർക്ക് അങ്ങനെ കൂടുതലായിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു ഇതൊന്നും കൊടുക്കണ്ടാകില്ല കേട്ടാ. പോന്നോട്ടാ ഈ കേരള സമൂഹം ഒന്നായിട്ട് ഒരു കാര്യത്തിന് വെയിറ്റിംഗ്. ഓക്കെ.